നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, നാശത്തിന്റെ വക്കിൽ മൂവാറ്റുപുഴ ഡ്രീംലാൻഡ് പാർക്ക്. കളിയുപകരണങ്ങൾ തുരുമ്പെടുത്തും പാർക്ക് കാടുകേട നിലയിലും. നവീകരണത്തിന് 50 ലക്ഷം രൂപയുടെ പദ്ധതി ടെൻഡറായിരിക്കുകയാണെന്ന് നഗരസഭ. മൂവാറ്റുപുഴയിലെ സെക്ഷൻ ഓഫീസുകളിൽ കരിദിനം ആചരിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. കരിദിനം ആചരിച്ചത് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം. മാറാടി പഞ്ചായത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച അംഗനവാടി നാടിന് സമർപ്പിച്ചു. അംഗനവാടി നിർമ്മിച്ചത് 25 ലക്ഷം രൂപ മുതൽ മുടക്കി 10ാം വാർഡിൽ. ഉദ്ഘാടനം ചെയ്ത് മാത്യു കുഴൽനാടൻ MLA. ജെസി സോൺ 20 കോൺഫറൻസ് ആരവത്തിന് തുടക്കം. പണ്ടപ്പള്ളി ജേക്കബ്സ് കൺവെൻഷൻ സെന്ററിലാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. 350ഓളം ചാപ്റ്ററുകളിൽ നിന്നും 1500ഓളം പേർ പങ്കെടുത്തു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന നമ്പൂതിരി സമുദായത്തെ അപമാനിക്കാൻ പ്രതിഷേധിച്ച് ബ്രാഹ്മണ ക്ഷേമസഭ. പ്രസ്താവന പിൻവലിക്കണമെന്നും ബ്രാഹ്മണ ക്ഷേമസഭ. വാർത്തകൾ വിശദമായി. കാടുകയറിയും കളി ഉപകരണങ്ങൾ തുരുമ്പെടുത്തും നശിച്ച് മൂവാറ്റുപുഴ ഡ്രീംലാൻഡ് പാർക്ക്. സ്വാഭാവിക പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ നഗരസഭയുടെ പാർക്കുകളിലൊന്നാണ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവും കെടുകാര്യസ്ഥതയും മൂലം നശിക്കുന്നത്. അതിമനോഹരമായ മൂവാറ്റുപുഴ ഡ്രീംലാൻഡ് പാർക്ക് കാടുകയറിയും കളിയുപകരണങ്ങൾ തുരുമ്പെടുത്തും നശിക്കുന്നു. ഒരു വശം പുഴയും മറുവശത്ത് മൊട്ടക്കുന്നം അടക്കമുള്ള അപൂർവം ഉദ്യാനങ്ങളിലൊന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധക്കുറവും കെടുകാര്യസ്ഥതയും മൂലം നശിക്കുന്നത്. 4.5 ഏക്കറോളം വിസ്തൃതിയുള്ള ഭൂപ്രദേശം സ്വാഭാവിക പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമാണ്. ദിവസേന കുട്ടികൾ അടക്കമുള്ള ധാരാളം ആളുകളാണ് പാർക്കിലെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പാർക്കിൽ കാടുകയറിയതോടെ ഇഴജന്തുക്കളെ ഭയന്ന് ആളുകൾ കുട്ടികളുമൊത്ത് പാർക്കിൽ വരാൻ ഭയക്കുകയാണ്. ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ തുരുമ്പെടുത്ത ഉപകരണങ്ങളിൽ ചിലത് ഉപയോഗശൂന്യമായിട്ടുണ്ട്. തുരുമ്പെടുത്ത് ഒടിഞ്ഞ നിലയിലുള്ള കളിയുപകരണങ്ങളിൽ കയറുമ്പോൾ കുട്ടികളിൽ മുറിവേൽക്കാനുള്ള സാധ്യതയേറെയാണ്. കുട്ടികളുടെ ഇഷ്ട കളിയുപകരണങ്ങളായ ചക്രക്കസേരകൾ ഒടിഞ്ഞ് നിലംപൊത്തിയും ഊർന്നിറങ്ങുന്ന കളിയുപകരണം ഒടിഞ്ഞ് പാത്തി വിട്ട നിലയിലുമാണ്. തുരുമ്പെടുത്ത കൈപ്പിടികളിൽ പ്ലാസ്റ്റിക് ചുറ്റിവച്ചിരിക്കുകയാണ്. പാർക്കിലുള്ള ഉപയോഗശൂന്യമായ കെട്ടിടങ്ങളും കാടുകയറി വന്യജീവികളുടെ താവളമായിട്ടുണ്ട്. കൃത്യമായ ഇടവേളകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനെ തുടർന്ന് മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള 2 പാർക്കുകളിലൊന്നാണ് നാശത്തിന്റെ വക്കിലെത്തിയത്. തിരക്കേറിയ നഗരത്തിൽ വിശ്രമത്തിനും വിനോദത്തിനുമായി നിരവധി ആളുകളാണ് ഈ പാർക്കിനെ ആശ്രയിച്ചിരുന്നത്. നഗരസഭയ്ക്ക് തനത് വരുമാനം ലഭിച്ചിരുന്ന ഈ പാർക്ക് നശിച്ചത് UDF ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് CPM മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അംഗം സജി ജോർജ് കുറ്റപ്പെടുത്തി. എന്നാൽ പാർക്കിന്റെ നവീകരണത്തിന് 50 ലക്ഷം രൂപയുടെ പദ്ധതി ടെൻഡറായിരിക്കുകയാണെന്നും ഇപ്പോഴുള്ള കളിയുപകരണങ്ങളെല്ലാം മാറ്റി മികച്ചവ സ്ഥാപിക്കാനാണ് പദ്ധതിയെന്നും നഗരസഭാ ചെയർമാൻ PPL ദോസ് പറഞ്ഞു. അടുത്തയാഴ്ച തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിലെ 14 സെക്ഷൻ ഓഫീസുകളിലും കരിദിനം ആചരിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC. ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം INTUC മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മാത്യൂസ് കറിയ ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം മൂവാറ്റുപുഴയിലെ 14 സെക്ഷൻ ഓഫീസുകളിലും കരിദിനം ആചരിച്ചു. മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിന്റെ മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം INTUC മൂവാറ്റുപുഴ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി മാത്യൂസ് കറിയ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിലെ ഇലക്ട്രിസിറ്റി ജീവനക്കാർ ഇതിനു മുമ്പ് ഒരിക്കലും അനുഭവിക്കാത്ത യാതനകളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്കില്ലാത്തത്, എന്താണ് നമുക്ക് ഉള്ളത് എന്ന് നമ്മൾ ചോദിക്കാം. ഇല്ലാത്തതല്ല, നമുക്ക് എന്താണ് ഉള്ളത്? DA ഉണ്ടോ? ലീവ് സറണ്ടർ ഉണ്ടോ? ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷം ലീവ് സറണ്ടർ എന്ന സാധനം കണി കാണാൻ പോലുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? മാർച്ച് 31-ാം തീയതി, മെയ് 1-ാം തീയതിയോടുകൂടി നമ്മൾ ലീവ് സറണ്ടറിന് അപേക്ഷ കൊടുക്കും. നമുക്ക് മെയ് മാസം അവസാനം പിള്ളേർ സ്കൂളിലൊക്കെ പോകാനാകുമ്പോഴേക്കും ലീവ് സറണ്ടർ അനുവദിച്ചു കിട്ടും. അതിപ്പോൾ കണി കാണാൻ പോലുമില്ല. DA എന്ന് പറഞ്ഞ സാധനം ഇല്ല. എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും കേസ് കൊടുത്തോ സമരം ചെയ്തോ ഈ ആനുകൂല്യം മേടിക്കാമെന്ന് വിചാരിച്ചാൽ അത് അവർ തരികയുമില്ല. എങ്ങനെ അത് പാര വെക്കാമെന്ന് അവർ നോക്കും. ഈ അടുത്ത കാലത്ത് അനുവദിച്ച 3% DAയുടെ കുടിശ്ശിക കിട്ടണമെന്നും പറഞ്ഞ പെൻഷനേഴ്സ് സംഘടന, പെൻഷനേഴ്സ് കൂട്ടായ്മ, നമുക്കറിയാം പെൻഷനേഴ്സില് ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉള്ളായിരുന്നു നേരത്തെ.
ഈ പെൻഷനേഴ്സ് അസോസിയേഷന്റെ പരിപാടി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയവും ഇല്ല എന്നും പറഞ്ഞാണ് അവർ ആൾക്കാരെ കൂട്ടുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ചുമപ്പാകും, അവിടെ ചെല്ലുന്നവരെല്ലാം ചുമപ്പാകും. പിന്നെ അവർ സർക്കാരിന്റെ കൂടെയാണ്. ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ അവരുടെ പിണിയാളികളായിട്ട് അവർക്ക് പിന്താങ്ങിക്കൊണ്ട് നിൽക്കും. പിന്നെ അവരുടെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ഡിവിഷൻ ഓഫീസിൽ വന്നിരുന്ന് കാശ് പിരിക്കുക എന്നുള്ളതാണ്. സെക്ഷൻ ഓഫീസുകളിൽ മതിയായ ജീവനക്കാരെ നിയമിക്കുക, വർഷങ്ങളായി നടക്കാത്ത പ്രൊമോഷനുകൾ നടപ്പാക്കുക, കുടിശ്ശികയായ DA, ലീവ് സറണ്ടർ, ശമ്പള പരിഷ്കരണം എന്നിവ ഉടൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. KEEC ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് PHM ബഷീർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ PL രാജീവ്, TK ജയൻ, CS സിബി, AP നവാസ്, MM നിസാർ, രാധിക ദേവി, PB അഭിലാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. അത്യാധുനിക നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഈസ്റ്റ് മാറാടി 10ാം വാർഡിലെ അങ്കണവാടി നാടിന് സമർപ്പിച്ചു. MLAയുടെയും പഞ്ചായത്തിന്റെയും ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അങ്കണവാടി നിർമ്മിച്ചിരിക്കുന്നത്. മാറാടി പഞ്ചായത്തിലെ ഈസ്റ്റ് മാറാടി 10ാം വാർഡിൽ പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച അംഗൻവാടി നാടിന് സമർപ്പിച്ചു. MLAയുടെയും പഞ്ചായത്തിന്റെയും ആസ്തി വികസന ഫണ്ടുകൾ ഉപയോഗിച്ചാണ് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. 25 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അത്യാധുനിക നിലവാരത്തിൽ അംഗൻവാടി നിർമ്മിച്ചത്. മാത്യു കുഴൽനാടൻ MLA അംഗൻവാടി നാടിന് സമർപ്പിച്ചു. അംഗൻവാടികളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിവിടെ കാണുന്ന കൊച്ചുകുട്ടികൾ അവർ വളർന്നു വരുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്ക് മികച്ച സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല നിലയിൽ ഭാവിയെ വാർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾ പഠിക്കുന്ന സാഹചര്യവും അവരേറ്റവും ചെറുപ്പമായിരിക്കുമ്പോഴാണ് അവരുടെ മനസ്സിനെയും അവരുടെ ചിന്തകളെയും ഒക്കെ നമ്മൾ ഷെയ്പ്പ് ചെയ്യുന്നത്. ആ സമയത്ത് അവർക്ക് അവരുടെ പഠനാന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിലയിൽ ഒരു മികച്ച അംഗൻവാടിയാണ് നമ്മൾ ഇന്നിവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ സന്തോഷകരമായൊരു ദിവസമാണെന്ന് പറയുകയായിരുന്നു. തീർച്ചയായിട്ടും മാറാടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഉജ്ജ്വലമായ പദ്ധതികൾ, കാരണം എല്ലാവർക്കും എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ അവസരവും ഒന്നുപോലെയാണ്. പക്ഷേ ഓരോ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പദ്ധതികൾ രൂപീകരിച്ച് പദ്ധതിക്കുള്ള അതിനുള്ള സ്പേസ് കണ്ടെത്തി അതിൻ്റെ പണം കണ്ടെത്തി അത് ചെയ്യുന്നതിലാണ് ഭരണകർത്താക്കളുടെ മിടുക്ക് എന്ന് പറയുന്നത്. ആ നിലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന മാറാടി ഗ്രാമപഞ്ചായത്തിനെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട്, അതുപോലെ ഈ അംഗൻവാടിയുടെ വാർഡ് മെമ്പർ നമ്മുടെ സിജി ശ്യാം പുള്ളിക്കാരിയാണെങ്കിലും അതുപോലെ അടുപ്പമുള്ള മെമ്പറാണ്. പുള്ളിക്കാരി വളരെ സന്തോഷം, വന്നപ്പോൾ മുതൽ നല്ല ചിരി, അല്ലെങ്കിൽ ഇത്രയും ചിരി കാണാറില്ല. അംഗൻവാടിയുടെ ഇത് കഴിഞ്ഞോടുകൂടി ചേച്ചി വളരെ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പഞ്ചായത്തിലെ 87ാം നമ്പർ അംഗൻവാടിയാണ് ഈസ്റ്റ് മാറാടി K കരുണാകരൻ മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിച്ചിരുന്നത്. ഈ അങ്കണവാടി കൂടി അത്യാധുനിക നിലവാരത്തിൽ എത്തിയതോടെ പഞ്ചായത്തിലെ 15 അംഗൻവാടികളും പൂർണ്ണമായും ശീതീകരിച്ച അംഗൻവാടികളായി മാറിയിട്ടുണ്ട്. പൂർണ്ണമായും തൊഴിലുറപ്പ് തൊഴിലാളികളാണ് അംഗൻവാടി നിർമ്മാണത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. 800 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള അംഗൻവാടിയിൽ അത്യാധുനികമായ എല്ലാ സജ്ജീകരണങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ ജിജോ, മുൻ MLA എൽദോ എബ്രഹാം, CDPO സൗമ്യ M ജോസഫ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനി ഷൈമോൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP ജോളി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. JCI സോൺ 20യുടെ ആഭിമുഖ്യത്തിൽ സോൺ കോൺഫറൻസ് ആരവം പണ്ടപ്പള്ളി ജേക്കബ്സ് കൺവെൻഷൻ സെന്ററിൽ ആരംഭിച്ചു. തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നിന്നുള്ള 350ഓളം ചാപ്റ്ററുകളിൽ നിന്നും 1500ഓളം പേർ പങ്കെടുത്ത കോൺഫറൻസ് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സോൺ 20 മേഖലാ പ്രസിഡന്റ് മെജോ ജോൺസൺ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച ചാപ്റ്ററുകൾക്കും അംഗങ്ങൾക്കുമുള്ള അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്തു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ മന്ത്രി ആദരിച്ചു. നമ്പൂതിരി സമുദായത്തെ ആകെ അപമാനിക്കുന്ന തരത്തിലുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മൂവാറ്റുപുഴ ബ്രാഹ്മണ ക്ഷേമസഭ. ഇത്തരം പ്രസ്താവനകൾ സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. കുറ്റവാളികളുടെ ജാതിയും സമുദായവും ചികഞ്ഞെടുത്ത് തരാതരം പോലെ അതിനെ ന്യായീകരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവണത പരിഷ്കൃത സമുദായത്തിന് ഒട്ടും യോജിച്ചതല്ല. നിരുത്തരവാദപരമായ പ്രസ്താവന വെള്ളാപ്പള്ളി നടേശൻ പിൻവലിക്കണമെന്നും ശബരിമലയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളിൽ ഉത്തരവാദികളായ എല്ലാവരെയും എത്രയും വേഗം പിടികൂടി ശിക്ഷിക്കണമെന്നും മൂവാറ്റുപുഴ ബ്രാഹ്മണ ക്ഷേമസഭ ആവശ്യപ്പെട്ടു. മഞ്ചനാട് ക്ഷേത്രത്തിൽ കന്നി ആയില്യം പൂജ 16-ന്.
മഞ്ചനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ നാഗദേവതകൾക്ക് ഒക്ടോബർ 16 വ്യാഴാഴ്ച രാവിലെ 10 മുതൽ കന്നിമാസ ആയില്യം പൂജ നടക്കും. സർപ്പപൂജയ്ക്കും നൂറും പാലും കൊടുക്കുന്ന ചടങ്ങുകൾക്കും മേൽശാന്തി വാസുദേവ ശർമ്മ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് അന്നദാനവും ഉണ്ടായിരിക്കും. ജെയ്കോ ജുവൽസ് തൊടുപുഴ, ഇടപ്പള്ളി, കോതമംഗലം, പോത്താനിക്കാട്. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. കടാതി ആനിത്തൊട്ടിയിൽ AC പ്രതാപചന്ദ്രൻ 69 നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 4 വീട്ടുവളപ്പിൽ നടത്തപ്പെട്ടു. പരേതൻ കടാതി ശാഖയുടെ യൂണിയൻ കമ്മിറ്റി അംഗവും CPIM റാക്കാട് ശക്തിപുരം ബ്രാഞ്ച് സെക്രട്ടറിയുമാണ്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.